അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പരിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനിലെ 42-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തദഊനനി ലിയക്ഫുറ ബില്ലാഹി വഉശ്രിക ബിഹി മാ ലൈസ ലീ ബിഹി ഇൽമുൻ വഅന അദൂകും ഇലൽ അസീസിൽ ഗഫാർ. തദഊനനി ലിയക്ഫുറ ബില്ലാഹ്, അള്ളാഹുവിനെ നിഷേധിക്കാൻ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നു. വഉശ്രിക ബിഹി, അവനോട് പങ്കു ചേർക്കാനും നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നു. മാ ലൈസ ലീ ബിഹി ഇൽമുൻ, എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ, വസ്തുക്കളെ കൊണ്ട് അള്ളാഹുവിന് പങ്കു ചേർക്കാനും നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നു. വഅന അദൂക്കും, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നതോ ഇലൽ അസീസിൽ ഗഫാർ, അജയ്യനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ അള്ളാഹുവിങ്കിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. തദഊനനി ലിയക്ഫുറ ബില്ലാഹ് വഉശ്രിക ബിഹി മാ ലൈസ ലീ ബിഹി ഇൽമുൻ വഅന അദൂകും ഇലൽ അസീസിൽ ഗഫാർ. ഞാൻ അള്ളാഹുവിനെ നിഷേധിക്കാനും എനിക്കറിവില്ലാത്ത വസ്തുക്കളെ അവനോട് പങ്കുചേർക്കാനും നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നു. ഞാനാകട്ടെ അജയ്യനും വളരെയധികം പൊറുക്കുന്നവരുമായ അള്ളാഹുവിങ്കിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. ലാ ജറമ അന്നമാ തദ്ഊനനി ഇലൈഹി ലൈസ ലഹു ദഅവത്തുൻ ഫിദ്ദുനിയാ വലാ ഫിൽ ആഖിറ വഅന്ന മറദ്ദനാ ഇലല്ലാഹ് വഅന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുൻ നാർ. ലാ ജറമ, ഒരു കാര്യം പരമാർത്ഥമാണ്. അന്നമാ തദ്ഊനനി ഇലൈഹി, നിങ്ങൾ എന്നെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ, ലൈസ ലഹു ദഅവത്തുൻ, അതിന് യാതൊരു ക്ഷണവും ഇല്ല, ഫിദ്ദുനിയാ വലാ ഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. വിളിക്ക് ഉത്തരം ഉണ്ടാകുന്നതല്ല, ദുനിയാവിലുണ്ടാവില്ല, ആഖിറത്തിലുണ്ടാവില്ല. വഅന്ന മറദ്ദനാ ഇലല്ലാഹ്, നിശ്ചയം നമ്മുടെ മടക്കം അല്ലാഹുവിലേക്കാണ്. വഅന്നൽ മുസ്രിഫീന, തീർച്ചയായും അതിര് കവിയുന്ന ആളുകൾ, ഹും അസ്ഹാബുൻ നാർ, അവർ നരകത്തിൻ്റെ അവകാശികളാണ്. ഒരു കാര്യം സത്യമാണ്, നിങ്ങൾ ഏതൊന്നിലേക്ക് എന്നെ ക്ഷണിക്കുന്നുവോ അതിന് ഇഹത്തിലും പരത്തിലും വിളിക്ക് ഉത്തരമുണ്ടാകുന്നതല്ല. വിളി ഉണ്ടാകുന്നതല്ല എന്ന് പറഞ്ഞാൽ വിളിക്ക് ഉത്തരമുണ്ടാകുന്നതല്ല. തീർച്ചയായും നമ്മുടെ മടക്കം അല്ലാഹുവിങ്കിലേക്കാണ്. അതിൽ കവിഞ്ഞവർ തന്നെയാണ് നരകക്കാർ. ഇതാണ് ആയത്തിൻ്റെ ആശയം. ഫസതദ്കുറൂന മാ അഖൂലു ലക്കും വഉഫവ്വിദു അംരീ ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. ഫസതദ്കുറൂന മാ അഖൂലു ലക്കും, എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നത് പിന്നീട് നിങ്ങൾ ഓർക്കുന്നതാണ്. ഫസതദ്കുറൂന, നിശ്ചയം നിങ്ങൾ ഓർക്കുക തന്നെ ചെയ്യും, മാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നത്. വഉഫവ്വിദു അംരീ ഇലല്ലാഹ്, എൻ്റെ കാര്യങ്ങൾ ഞാൻ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നു. ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്, നിശ്ചയം അള്ളാഹു തൻ്റെ അടിമകളെ നല്ലവണ്ണം കണ്ടറിയുന്നവനാണ്. ഫസതദ്കുറൂന മാ അഖൂലു ലക്കും വഉഫവ്വിദു അംരീ ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്, എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നത് പിന്നീട് നിങ്ങൾ ഓർക്കുന്നതാണ്. എൻ്റെ കാര്യം അള്ളാഹുവിങ്കിലേക്ക് ഞാൻ ബരമേൽപ്പിക്കുന്നു. തീർച്ചയായും അള്ളാഹു തൻ്റെ അടിമകളെ നല്ലവണ്ണം കണ്ടറിയുന്നവനാണ്. ഫവഖാഹുല്ലാഹു സയ്യിആതി മാ മകറൂ വഹാക ബിആലി ഫിറൗന സൂഉൽ അദാബ്.
ഫവഖാഹുല്ലാഹു സയ്യാതി മാ മകറു. അപ്പോൾ അവരുടെ കുതന്ത്രങ്ങളുടെ തിന്മകളിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ തടഞ്ഞു. ഫഹാക ബിആലി ഫിർഔൻ സൂഉൽ അദാബ്. ഫിർഔന്റെ ആൾക്കാരിൽ കടുത്ത ശിക്ഷ വന്നിറങ്ങുകയും ചെയ്തു. അപ്പോൾ അവരുടെ കുതന്ത്രങ്ങളുടെ തിന്മകളിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ഫിർഔന്റെ ആൾക്കാരിൽ കടുത്ത ശിക്ഷ വന്നിറങ്ങുകയും ചെയ്തു എന്നാണ് ഈ ആയത്തിന്റെ ആശയം വരുന്നത്. അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ. നരകം രാവിലെയും വൈകുന്നേരവും അവർ അതിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. വയൗമ തഖൂമു സ്സാഅതു, അവസാനം ഘട്ടം വരുന്ന സമയം, ദിവസം. അദ്ഖിലൂ ആല ഫിർഔന, ഫിർഔന്റെ കൂട്ടരെ കടത്തിവിടുക. അശദ്ദൽ അദാബ്, ഏറ്റവും കഠിനമായ ശിക്ഷയിൽ. നരകം രാവിലെയും വൈകുന്നേരവും അവർ അതിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. അന്ത്യഘട്ടത്തിൽ നിലവിൽ വരുന്ന ദിവസം, അവസാന നാൾ വരുന്ന ദിവസം ഫിറോന്റെ ആൾക്കാരെ ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് കടത്തിവിടുക എന്ന് പറയപ്പെടുകയും ചെയ്യും. വൈദിയതഹാജൂന ഫിന്നാർ ഫയഖൂലു ദുഅഫാഉ ലില്ലദീന ഇസ്തക്ബറൂ ഇന്നാ കുന്നാ ലക്കും തബആ ഫഹൽ അൻതും മുഗ്നൂന അന്നാ നസീബൻ മിനന്നാർ. വൈദിയതഹാജൂന ഫിന്നാരി, അവർ നരകത്തിൽ വെച്ച് തർക്കിക്കുന്ന സന്ദർഭം ഓർക്കണം. ഫയഖൂലു ദുഅഫാഉ, അപ്പോൾ ബലഹീനരായ അനുയായികൾ പറയും, ലില്ലദീന ഇസ്തക്ബറു, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രബലന്മാരായ നേതാക്കളോട് ചോദിക്കും, ഇന്നാ കുന്നാ ലക്കും തബഅ, ഞങ്ങൾ നിങ്ങളെ അനുകരിക്കുന്നവർ തന്നെയായിരുന്നു. ഫഹൽ അൻതും മുഗ്നൂന അന്നാ, എന്നിട്ട് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരാൻ നിങ്ങൾക്കിപ്പോൾ കഴിയുമോ? നസീബൻ മിനന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഒരു ഭാഗം ഒഴിവാക്കി തരാൻ നിങ്ങൾക്ക് കഴിയുമോ? അതായത് അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന ഫിറോൻ പ്രവൃത്തികളെ പോലെയുള്ള ആളുകൾ നരകത്തിൽ വെച്ച് തർക്കിക്കും. അതിൽപ്പെട്ട സാധുക്കളായ ആളുകളുണ്ടാവും. അവർ ബലഹീനന്മാരായ ആളുകൾ പ്രബലന്മാരായ ആളുകളുടെ വർത്തമാനം കേട്ടിട്ടാണ് അള്ളാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചുമെല്ലാം ദുനിയാവിൽ വെച്ച് തർക്കിച്ച് ഈ ബലഹീനന്മാർ പ്രബലന്മാരുടെ വർത്തമാനം കേട്ടിട്ടാണ് അതിൻ്റെ പിന്നാലെ പോയത്. അപ്പം നരകത്തിൽ വെച്ചുകൊണ്ട് ഇവർ തർക്കിക്കുകയാണ്. എന്ത്? ബലഹീനന്മാരായ ആളുകൾ ചോദിക്കുന്നു പ്രബലന്മാരോട്, ഞങ്ങൾ നിങ്ങളെ അനുകരിക്കുന്നവർ തന്നെയായിരുന്നു, നിങ്ങൾ പറയുന്നത് കേട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കുടുങ്ങിയത്. ഇപ്പം ഈ നരകശിക്ഷയിൽ നിന്ന് ഒരു ഭാഗം ഞങ്ങൾക്ക് ഒഴിവാക്കി തരാൻ പറ്റുമോ എന്ന് അവർ ചോദിക്കും. ഖാലല്ലദീന ഇസ്തക്ബറൂ ഇന്നാ കുല്ലും ഫീഹാ ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ്. ഖാലല്ലദീന ഇസ്തക്ബറൂ, അപ്പം പ്രബലന്മാർ പറയുന്നത് എന്താ? ഇന്നാ കുല്ലും ഫീഹാ, നമ്മളെല്ലാവരും ഇവിടെ ഒരുപോലെയാണ്, ഇവിടെ തന്നെയാണ്. ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ്, നിശ്ചയം അള്ളാഹു തൻ്റെ അടിമകൾക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്തിരിക്കുന്നു, രക്ഷയില്ല. ഫഖാലല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നം ഉദൂ റബ്ബക്കും യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. ഫഖാലല്ലദീന ഫിന്നാരി, നരകത്തിലുള്ള ആളുകൾ പറയുന്നു, ലിഖസനതി ജഹന്നം, നരകത്തിൻ്റെ കാവൽക്കാരോട് പറയും. എന്താ പറയുക? ഉദൂ റബ്ബക്കും, നിങ്ങളുടെ നാഥനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. യുഖഫിഫ് അന്നാ, ഞങ്ങളിൽ നിന്ന് ഒന്ന് കുറച്ച് തരാൻ വേണ്ടി, അല്ല ഒഴിവാക്കി തരാൻ വേണ്ടി. യൗമൻ, ഒരു ദിവസം, മിനൽ അദാബി, ശിക്ഷ. നരകത്തിലുള്ളവർ നരകത്തിൻ്റെ കാവൽക്കാരോട് പറയും, നിങ്ങളുടെ നാഥനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം.
എന്നാൽ അവൻ ഞങ്ങൾക്ക് ശിക്ഷയിൽ നിന്ന് ഒരു ദിവസം ഒഴിവാക്കി തരുന്നതാണ്. കാലു അവലം തകു തഅ്തീകും റുസുലുകും ബിൽ ബയ്യിനാത്ത് കാലു ബലാ കാലു ഫദു വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. കാലു അവർ ചോദിക്കും, ആര്? നരകത്തിൻ്റെ കാവൽക്കാർ ചോദിക്കും, അവലം തകു തഅ്തീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്, നിങ്ങളുടെ അടുത്ത് ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നിരുന്നില്ലേ? കാലു അവർ പറയും, ബല അതെ വന്നിരുന്നു. കാലു അപ്പോ നരകത്തിന്റെ കാവൽക്കാർ പറയും, ഫദു എങ്കിൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിക്കൂ. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, നിശ്ചയം സത്യനിഷേധികളുടെ പ്രാർത്ഥന ഒരിക്കലും സഫലമാവുകയില്ല. നരകവാസികളോട് നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കും, നിങ്ങളുടെ അടുത്ത് ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നിരുന്നില്ലേ? അവർ പറയും, അതെ വന്നിരുന്നു. അപ്പോൾ നരകത്തിന്റെ കാവൽക്കാർ പറയും, എങ്കിൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക, സത്യനിഷേധികളുടെ പ്രാർത്ഥന ഒരിക്കലും സഫലമാവുകയില്ല. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമ യഖൂമുൽ അശ്ഹാദ്. ഇന്നാ നിശ്ചയമായും നാം, ലനൻസുറു റുസുലന നമ്മുടെ ദൂതന്മാരെ സഹായിക്കുക തന്നെ ചെയ്യും, വല്ലദീന ആമനു സത്യവിശ്വാസികളായ ആളുകളെയും, ഫിൽ ഹയാത്തി ദുനിയാ ദുനിയാവിലെ ജീവിതത്തിലെ, വയൗമ യഖൂമുൽ അശ്ഹാദ് സാക്ഷികൾ നിൽക്കുന്ന ദിവസവും. ഇന്നാ ലനൻസുറു റുസുലന വല്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയാ വയൗമ യഖൂമുൽ അശ്ഹാദ്, നമ്മുടെ ദൂതന്മാരെയും സത്യവിശ്വാസികളെയും ഐഹിക ജീവിതത്തിലും സാക്ഷികൾ നിൽക്കുന്ന ദിവസവും നാം സഹായിക്കുക തന്നെ ചെയ്യും. യൗമ ലാ യൻഫഉ ളാലിമീന മഗ്ദിറതുഹും വലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. യൗമ ലാ യൻഫഉ ളാലിമീന മഗ്ദിറതുഹും, അതായത് അക്രമികളായ ആളുകൾക്ക് അവരുടെ ഒഴിവ് കഴിവുകൾ പ്രയോജനപ്പെടാത്ത ദിവസം. വലഹുമുൽ ലഅനതു, അവർക്ക് തന്നെയാണ് ശാപം. വലഹും സൂഉദ്ദാർ, അവർക്ക് തന്നെയാണ് ദുഷിച്ച ഭവനവും. അല്ലാഹു നരകത്തിൻ്റെ കഠിന ശിക്ഷയിൽ നിന്ന് നമ്മെയും ഇത് കേൾക്കുന്നവരെയും കാത്തു രക്ഷിക്കട്ടെ. ഖുർആൻ കൊണ്ട് വഴി നടത്തട്ടെ. ആരും രക്ഷയില്ലാത്ത, ആരും സഹായിക്കാനില്ലാത്ത ആ ദിവസത്തിൽ അവൻ്റെ സഹായം നൽകുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഒരു സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.